Good morning. All things are possible to him that believes. വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ്. ഇത് കർത്താവ് പറഞ്ഞതാണ്. വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ്. അപ്പം അതായത് വിശ്വസിക്കുന്നവന് ഒന്നും അസാധ്യമായിട്ടില്ല. പലപ്പോഴും വിശ്വാസത്തെ പറ്റിയാണെങ്കിലും ആൾക്കാർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന പലപ്പോഴും കുറേ തെറ്റായ കാര്യങ്ങളുണ്ട്. ചിലപ്പം വിശ്വാസം എന്നുള്ളത് പലരും വിചാരിക്കുന്ന പോസിറ്റീവ് തിങ്കിങ് ആയിട്ട് വിചാരിക്കുന്നുണ്ട്. എന്നാൽ ബൈബിളിലെ വിശ്വാസം എന്ന് പറയുന്നത് അതല്ല. ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നു അതിനനുസരിച്ച് നമ്മൾ എഗ്രി ചെയ്യുക. ഇപ്പം അതിനനുസരിച്ച് നമ്മൾ ചിന്തിക്കുക, സംസാരിക്കുക, പ്രവർത്തിക്കുക. നമ്മുടെ ശീലങ്ങളെല്ലാം തന്നെ ദൈവവചനത്തിന് അനുരൂപമായിട്ട് വരുമ്പോഴത്തേക്ക് ഞാനെപ്പോഴും പറയാറുള്ള പോലെ അവിടെ രൂപാന്തരം സംഭവിക്കും. ദൈവത്തിൻ്റെ ഹിതം എന്നുള്ള ആ പെർഫെക്റ്റ് വിൽ എന്നുള്ളത് അവിടെ മാനിഫെസ്റ്റഡ് ആവും. ഇന്ന് ഈ വചനം തന്നെ വിശ്വസിക്കുന്നതിനാൽ എല്ലാം സാധ്യമാകും. അപ്പം അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഇത് മാർക്ക് 9, മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഒരു ആൾ അയാളുടെ മകനെയും കൊണ്ട് കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് വരുന്നു, ഹീലിങ്ങിനായിട്ട് വരുന്നു. അപ്പം അവൻ ഡീമൺ പോസസ്ഡ് ആണ്. അപ്പം അവൻ സൂയിസൈഡൽ ടെൻഡൻസി അവനുണ്ട്. പലപ്പോഴും അവന് തീയിലും വെള്ളത്തിലുമൊക്കെ ഇടാൻ, അവനെ കൊല്ലാനായിട്ടൊക്കെയും സ്പിരിറ്റിൻ്റെ ഇൻഫ്ലുവൻസിൽ അവനങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു കുഞ്ഞിനെയും കൊണ്ട് കർത്താവിൻ്റെ അടുത്ത് വരുന്നു. അപ്പോഴത്തേക്ക് കർത്താവിൻ്റെ അടുത്തല്ല, ശിഷ്യന്മാരുടെ അടുത്ത് ആദ്യമേ ചെല്ലുന്നു. അപ്പം അവർക്ക് ഹീൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് ഈ പുള്ളി പറയുന്നുണ്ട്, ഞാൻ ശിഷ്യന്മാരുടെ അടുത്ത് എൻ്റെ മോനെ കൊണ്ടുവന്നു, അവർക്ക് ഹീൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് നിന്നാൽ എന്തെങ്കിലും കഴിയുക, ഇഫ് യു ക്യാൻ ഡു എനിത്തിങ് പ്ലീസ് ഹാവ് കമ്പാഷൻ ഓൺ അസ് ആൻഡ് ഹീൽ എന്നുള്ള രീതി പറയുന്നു. അന്നേരമാണ് കർത്താവ് പറയുന്നത്, എന്നാൽ കഴിയുമെന്നോ. ഇഫ് യു ക്യാൻ ബിലീവ് ഓൾ തിങ്സ് ആർ പോസിബിൾ ടു ഹിം that believes. എന്നാൽ കഴിയുമെന്നുള്ളതല്ല, നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇഫ് യു ക്യാൻ ബിലീവ് ഓൾ തിങ്സ് ആർ പോസിബിൾ ടു ഹിം ദാറ്റ് ബിലീവ്. വിശ്വസിക്കുന്നതിനാൽ എല്ലാം സാധ്യമാണ്. അന്നേരം ഈ അപ്പൻ വലിയ വായിലേക്ക് അറിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ വിശ്വാസത്തെ സഹായിക്കണമേ എന്ന് പറയുന്നുണ്ട്. അപ്പം അവിടെ ഇത് പറയുന്ന ഐ ബിലീവ് ലോർഡ്, ഐ ബിലീവ് വലിയ വായിലൊക്കെ അറിഞ്ഞുകൊണ്ട് ഈ സ്ക്രീൻ എല്ലാവരുടെയും മുന്നിലും ഒത്തിരി ആൾക്കാരവിടെ ഉണ്ട്. അവിടെ കർത്താവിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, കുറ്റം കണ്ടുപിടിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം നടുവിൽ നിന്നുകൊണ്ട് പരസ്യമായിട്ട് എല്ലാം കരഞ്ഞ് പറയുന്നുണ്ട്, വർഷിപ്പ് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, ലോർഡ് ഐ ബിലീവ്, ഹെൽപ്പ് മൈ അൺബിലീഫ്. അന്നേരമാണ് കർത്താവ് ആ കുഞ്ഞിനെ ഹീൽ ചെയ്യുന്നത്. ഇവിടെ കർത്താവ് അവിശ്വസിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളി പറയുന്നുണ്ട്, ഞാൻ വിശ്വസിക്കുന്നുണ്ട്, എൻ്റെ അവിശ്വാസത്തെ സഹായിക്കണമേ എന്ന് പറയുന്നു. അവിടെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു എലമെൻ്റ് എന്ന് പറയുന്നത്, ഇദ്ദേഹം ആദ്യമായി വരുമ്പോൾ കർത്താവിനെ അഡ്രസ്സ് ചെയ്യുന്ന ഗുരു എന്ന് പറഞ്ഞു, മാസ്റ്റർ എന്ന് പറഞ്ഞു. പിന്നീടാണ് യേശുവിനെ കർത്താവ് എന്നുള്ള അഡ്രസ്സ് ചെയ്യുന്നത്. അതും പരസ്യമായിട്ട് വലിയ വായിലൊക്കെ അറിഞ്ഞുകൊണ്ട് പരസ്യമായിട്ട് കർത്താവെ എന്ന് പറഞ്ഞ് വിളിച്ച് അപേക്ഷിക്കുക. ആ ഒരു എലമെൻറ്റ് ആദ്യമേ അദ്ദേഹം ഒരു മാസ്റ്റർ എന്നുള്ള രീതിയിലാണ് കർത്താവിനെ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പം കൂടെ വന്നവരാണെങ്കിലും പരീക്ഷന്മാരും ശാസ്ത്രിമാരും ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഉണ്ട്. ഇവരെല്ലാവരും കൂടെ അവിടെ ശിഷ്യന്മാരോട് തർക്കിച്ചുകൊണ്ട് നിൽക്കുന്നു. അവിടെ ശിഷ്യന്മാരോട് ഞാൻ പറഞ്ഞു എന്നാണ് പറയുന്നത്, ശിഷ്യന്മാരോട് അപേക്ഷിച്ചു എന്നുള്ളതാണ്. ശിഷ്യന്മാരോട് ഞാൻ പറഞ്ഞു, അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അഗെയിൻ ഇവിടെ എന്ത് വ്യത്യാസമായിട്ട് ആ ഒരു നേരത്തെ കുറച്ചൊരു അവകാശം അല്ലെ ഒരു അഹങ്കാര മനോഭാവത്തോടെ പറയുന്നതും പിന്നീട് വളരെ എളിമപ്പെട്ടിട്ട് യേശുവിനെ കർത്താവെന്ന് വിളിച്ച് അപേക്ഷിക്കുമ്പോഴത്തേക്ക് അവിടെ ഹീലിംഗ് നടക്കുന്നുണ്ട്. അഗെയിൻ ഇന്നാണെങ്കിൽ നമ്മൾ അങ്ങനെ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് നമുക്കെങ്ങനെ ഹീലിംഗ് കിട്ടേണ്ടത്? അഗെയിൻ അന്ന് യേശു ഒരു മനുഷ്യനാണ്, ദൈവപുത്രനാണ്, മിശിഹായാണ്, പക്ഷെ ഒരു മനുഷ്യനാണ്. ഒരു മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ അന്ന് ആരൊക്കെയാണോ യേശുവിനെ കർത്താവായിട്ട് കണ്ടത്, മിശിഹായായിട്ട് കണ്ടത്, അല്ലെങ്കിൽ ഒരു പ്രവാചകനായിട്ട് കണ്ടത്, അങ്ങനെ റെസ്പെക്റ്റോടുകൂടി
റെസ്പെക്റ്റോടുകൂടി കർത്താവിൻ്റെ അടുത്ത് വന്നവർ അവർക്കാണ് ഹീലിംഗ് കിട്ടിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടാണെങ്കിലും കർത്താവിൻ്റെ ഉയർപ്പ് കഴിഞ്ഞിട്ട് കർത്താവ് അധികാരം കൊടുത്ത് അപ്പോസ്തലന്മാരുണ്ട്, പിന്നെ അവർ ശിഷ്യപ്പെടുത്തിയവരുണ്ട്, കർത്താവ് തിരഞ്ഞെടുക്കപ്പെട്ട് അവർക്ക് അധികാരം, ആർക്കാണ് അധികാരം കൊടുത്തത് അവരിലൂടെ കർത്താവ് വർക്ക് ചെയ്യുന്നു. അതായത് പിന്നീട് അവരാണ് ജീവിക്കുന്ന മനുഷ്യർ, അവരിലൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അവരെയാണെങ്കിലും ആരാണോ ദൈവം അയച്ച ആൾക്കാർ, അല്ലെങ്കിൽ ദൈവം സംസാരിക്കുന്ന ആൾക്കാർ, ദൈവം അഭിഷേകം ചെയ്ത ആൾക്കാർ, ഇവരെ എങ്ങനെ റിസീവ് ചെയ്യുന്നു. ഇപ്പം കർത്താവിനെ ആണെങ്കിൽ പോലും അതിന് ഗുരു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഹീലിംഗ് നടക്കുന്നില്ല. അത് കർത്താവ് അവിശ്വാസമായിട്ട് തന്നെ പറയുന്നു. അയാളും അത് പറയുന്നുണ്ട്, എൻ്റെ അവിശ്വാസത്തെ സഹായിക്കണം, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തെ സഹായിക്കണം, കർത്താവെ എന്ന് വിളിച്ച് പറയുന്നുണ്ട്. അപേക്ഷിക്കുമ്പോഴത്തേക്ക് അന്നേരം ആ പോയിന്റിൽ അവിടെ ഹീലിംഗ് നടക്കുക. അപ്പം അവിടെയും കർത്താവ് പറയുന്നത്, നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നു, എന്തോ നീ വിശ്വസിക്കേണ്ടത്, എന്നെ ദൈവം അയച്ചതാണെന്നുള്ളതും ഞാൻ ദൈവപുത്രനാണെന്നുള്ളതും ഞാൻ മിശിഹായെന്നുള്ളത് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഇപ്പോൾ ഇവിടെ വിടുതൽ നടക്കും. അപ്പം ആ ടൈം വരെ അത്രയും അവർ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. ആ കുഞ്ഞിനെയും കൊണ്ട് അവർ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. എത്രയോ അവനെ കുഞ്ഞുനാൾ പോലെ അങ്ങനെയാണെന്ന് പറയുന്നു, അവന് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ അത്രയും നാൾ ആ ഒരു അവിശ്വാസം നിമിത്തം അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഇന്നും പലപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ ഒരു എലമെൻറ്റ്, ദൈവം അയച്ച ആൾക്കാർ അതാരാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. കാര്യം അന്നാണെങ്കിലും യേശുവോ ശിഷ്യന്മാരോ യോഹന്നാനോ ഇവരാരും തന്നെ പള്ളിയിൽ നിന്ന് ഓർഡൈൻ ചെയ്ത ആൾക്കാരല്ല, ദൈവം തിരഞ്ഞെടുത്ത ആൾക്കാരാണ്. അവർ പള്ളികളിൽ നിന്ന് അവരെ പുറത്താക്കുക ചെയ്യുന്നു. അപ്പം അന്ന് ദേവാലയങ്ങളിലാണ് അവിടെ ഹീലിങ്ങിന് പോയിട്ടുള്ളതെങ്കിൽ അവിടെ കർത്താവ് ആദ്യമേ വന്നിട്ട് അത് അവിടെ വിൽക്കുന്നതും വാങ്ങുന്നവരെല്ലാം പുറത്താക്കി കഴിഞ്ഞിട്ട് പിന്നീട് അവിടെ കർത്താവാണ് ഹീലിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നും പലപ്പോഴും നമ്മൾ തെറ്റായിട്ടുള്ളടുത്ത് പോകുന്നു, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്നു. എഗെയിൻ വചനത്താലാണ് വിശ്വാസം വരേണ്ടത്. വചനം പ്യുവറായിട്ട് പറയുന്നിടത്ത് God confirms His word with signs following. ദൈവം അഭിഷേകം ചെയ്ത ആൾക്കാർ, അനോയിൻറ്റ് ചെയ്ത ആൾക്കാർ, ഓതറൈസ് ചെയ്ത ആൾക്കാർ, അവർ സംസാരിക്കുമ്പോഴത്തേക്ക് ദൈവം ആ വേർഡ് കൺഫേം ചെയ്യുന്ന സയൻസിലൂടെയാണ്, അടയാളങ്ങളിലൂടെയാണ്. അതിലൊരടയാളമാണ് ഹീലിംഗ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് വചനമാണോ എന്നുള്ളത് നമ്മൾ ഒത്തു നോക്കണം. അത് പ്യുവറായിട്ടുള്ള വചനമാണെങ്കിൽ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നിരിക്കും, അതിൽ ഹീലിംഗ് നടന്നിരിക്കും. ആ വചനം കേൾക്കാനായിട്ട് നമ്മൾ താല്പര്യപ്പെടുകയും വേണം. അത് പറയുന്ന ആൾക്കാർ, അത് ദൈവം അഭിഷേകം ചെയ്ത് അയക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരെ മാനിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ, ഒരു പ്രവാചകനെ മാനിക്കുമ്പോൾ മാത്രമാണ്, ഇവൻ കർത്താവ് പോലും ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവ് ക്ലിയറായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, എവിടെ പ്രവാചകന്മാരെ മാനിക്കുന്നു അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നടക്കും. അവരെ മാനിക്കാതിരിക്കുമ്പോഴത്തേക്ക് അവിടെ കർത്താവ് നാസറത്തിൽ വന്ന് സ്വന്തം നാട്ടിൽ വന്നപ്പോൾ പോലും കർത്താവിന് വീര്യപ്രവൃത്തികൾ അവിടെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കാര്യം. അവിടെ കർത്താവിനെ സ്വീകരിച്ചില്ല, ബഹുമാനിച്ചില്ല. അവരൊരു സാധാരണ മനുഷ്യനെ പോലെ കണ്ടു, ഒരു തച്ചനെ പോലെ കണ്ടു. അങ്ങനെയുള്ളടുത്ത് കർത്താവിന് പോലും ഹീലിംഗ് നടത്തിയില്ല. അത് മാത്രമല്ല, ഇവരുടെ ഈ അവിശ്വാസം കാരണം, അവരുടെ ആ ഒരു മനോഭാവം കാരണം അവരെത്ര രോഗികളായിട്ടുള്ളവരെ പോലും കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവരുന്ന പോലുമില്ല. അങ്ങനെ പോലും അവിടെ സൗഖ്യത്തിന് തടസ്സം നിൽക്കുക. ഇന്നും ഇതേ മനോഭാവം വിശ്വാസികളുടെ ഇടയിൽ തന്നെ ഉണ്ട്. അവർ അറിയുന്നില്ല, അവരുടെ പലപ്പോഴും ദൈവം അയക്കുന്നവരെ അവരറിയുന്നില്ല. അവർ തെറ്റായിട്ടുള്ളിടത്താണ് കേൾക്കാൻ പോകുന്നത്, അറിയാൻ പോകുന്നത്. അവിടെ ഈ മനുഷ്യൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരൊറ്റ പോയിന്റിൽ അവിടെ അവിശ്വാസവും വിശ്വാസവും എന്നുള്ളത് ഒരൊറ്റ പോയിന്റിൽ അത്രയും നാൾ അവർ സഹിച്ചുകൊണ്ടിരുന്ന, അത്രയും നാൾ അവർ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആ ടൈമിൽ അവിടെ വിടുതൽ നടക്കുകയാണ്. ഇന്നും ആ വിടുതൽ നടക്കാതിരിക്കുന്നതിന് ഒരു പക്ഷേ ഈ ഒരു എലമെൻറ്റ് കാരണമാണ്. ഇപ്പം വിശ്വസിക്കുന്നതിനാൽ എല്ലാം സാധ്യമാണ്. വിശ്വസിക്കാതിരുന്നാലും നമുക്ക് എന്തെല്ലാം സാധ്യതകളുണ്ടോ അതെല്ലാം അവിടെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ഇത് ഒത്തിരി അനുഗ്രഹം ആകണം എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ ഷെയർ ചെയ്യുന്നു. ഇത് മറ്റുള്ളവരോടും
ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ മനസ്സ് കാണിക്കണം. പലരും ഈ ഒരു കാര്യം അറിയാതെ പോകുമ്പോഴത്തേക്ക്, ഞാൻ പറഞ്ഞല്ലോ വിശ്വാസത്തിന് പല എലമെൻറ്റ്സ് ഉണ്ട്, ഈ ഒരു എലമെൻ്റ് എന്നുള്ളത് പലപ്പോഴും അറിയാതെ പോകുമ്പോഴത്തേക്ക് ദേ ആർ നോട്ട് ഗെറ്റിംഗ് ഹീൽഡ്, ദേ ആർ നോട്ട് ഗെറ്റിംഗ് ഡെലിവേർഡ്. അവിടെ ദൈവമല്ല തടസ്സം, അവരുടെ അറിവില്ലായ്മയോ അവരിങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാതെ പോകും, അതാണ് അവിടെ തടസ്സമായിട്ട് വരുന്നത്. ഇത് മറ്റ് പലർക്കും വിടുതലായിട്ട് മാറട്ടെ. ഒത്തിരി അനുഗ്രഹങ്ങളുണ്ടാകട്ടെ. താങ്ക് യു.